കോഴിക്കോട് ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ ആചാര ലംഘനങ്ങൾക്കെതിരെ ഭക്തജന കൂട്ടായ്മ പ്രതിഷേധത്തിലേക്ക്. ആചാര ലംഘനത്തിനും ദേവസ്വം അധികാരികളുടെ അലംഭാവത്തിനുമെതിരെ ഈ മാസം 9-ന് നാമജപ ഘോഷയാത്ര സംഘടിപ്പിക്കും. ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയും പ്രാധാന്യവും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നാണ് ഭക്തജനങ്ങളുടെ പരാതി. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി. ഗൂഗിൾ, ഈ വിഷയം അല്പസമയം മുമ്പ് ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചതാണ് ഈ പോലീസിന്റെ പുതിയ തീരുമാനവുമായി ബന്ധപ്പെട്ട്. അതേസമയം അതുമായി ചേർത്ത് വെച്ചിരുന്നു ഈ പല അമ്പലങ്ങളിലും പല ക്ഷേത്രങ്ങളിലും നടക്കുന്ന ആചാര ലംഘനങ്ങൾ, അതിന് സർക്കാർ കൂട്ടുനിൽക്കുന്നതിനെ കുറിച്ച്. ഇപ്പോൾ ലോകനാർക്കാവ് ക്ഷേത്രത്തിലാകട്ടെ ഒരു തീരുമാനവും വരാത്ത സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ അവിടുത്തെ ഭക്തരുടെ കൂട്ടായ്മ തീരുമാനിക്കുന്നത്. വിവരങ്ങൾ എന്താണ്? ഈ ദേവസ്വം ബോർഡുകൾക്കൊന്നും ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം, നവീകരണം അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത്. അതായത് ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ആധ്യാത്മിക കാര്യങ്ങൾക്കോ ഒന്നും സമയം കൊടുക്കാതെ ക്ഷേത്ര ഭൂമിയും ക്ഷേത്ര സ്വത്തുക്കളും ഒക്കെ മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഭക്തജനങ്ങൾ പ്രധാനമായും മുന്നോട്ടേക്ക് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മലബാർ ദേവസ്വം ബോർഡിനും ഈ ക്ഷേത്രം ലോകനാർക്കാവ് ദേവസ്വം ട്രസ്റ്റിക്കൊക്കെ ഈ അവിടുത്തെ ഭക്തജന കൂട്ടായ്മ നിരവധി തവണ പരാതികൾ നൽകിയിരുന്നു. പരാതിക്കിടയാക്കിയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഒരുപാടുണ്ട്. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് വില്യാപ്പള്ളി പഞ്ചായത്തിനകത്താണ് ഈ ലോകനാർക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വില്യാപ്പള്ളി പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ കൊണ്ടിറക്കുക, അത് നാളുകളായി തന്നെ അവിടെ സൂക്ഷിക്കുക, അത് എടുത്തുകൊണ്ടുപോകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതിരിക്കുക. ചെമ്പൈ സംഗീത മണ്ഡപം, ഈ ലോകനാർക്കാവ് ക്ഷേത്രത്തിനകത്തുള്ള സംഗീത മണ്ഡപത്തിനകത്ത് സർക്കാരിന്റെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുക, സർക്കാർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ അതിനകത്ത് കൊടുക്കുക, ഈ സംഗീത ആർച്ചനയും ഒക്കെ നടക്കുന്ന ചെമ്പൈ സംഗീത മണ്ഡപം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ ഈ ഭക്തജനങ്ങൾ ഈ ക്ഷേത്ര ട്രസ്റ്റിക്കും ദേവസ്വം ബോർഡിനും ഒക്കെ നൽകിയിരുന്നു. പക്ഷെ അതിലൊന്നും നടപടി സ്വീകരിക്കുന്നില്ല. അതിനുമൊക്കെ അപ്പുറത്തേക്ക് സർക്കാരിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പോലെയുള്ള പരിപാടികൾ ഈ ക്ഷേത്രത്തിനകത്ത് നടപ്പിലാക്കുക, ഈ അയ്യപ്പ വചന മഠത്തിനോട് ചേർന്ന സ്ഥലത്തൊക്കെ ഈ ശുചിമുറികളൊക്കെ കെട്ടാനുള്ള നീക്കം ആരംഭിക്കുക, ഇത്തരത്തിലുള്ള ഒരുപാട് ഭക്തജന വിശ്വാസികൾക്ക് മുറിവേൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ വികാരം നടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ പഞ്ചായത്തിന്റെയും അല്ലെങ്കിൽ ദേവസ്വം ട്രസ്റ്റിയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. ഇതിനെതിരെ ഭക്തജനങ്ങൾ പരാതി പറഞ്ഞിട്ട് നടപടിയെടുക്കാത്തൊരു സാഹചര്യം ഒക്കെ ഉണ്ടാവുന്ന ഘട്ടത്തിലാണ് അവരിപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ തയ്യാറായിരിക്കുന്നത്. ഒരേ സമയം പ്രത്യക്ഷ പ്രക്ഷോഭം നടക്കുന്നതിനൊപ്പം നിയമപരമായ നടപടിയിലേക്കും കടക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രക്ഷോഭത്തിന്റെ ആദ്യഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി തവണ പരാതികൾ നൽകിയിട്ടുണ്ട്. നേരത്തെ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഈ ലോകനാർക്കാവ് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനകത്ത് ഒരു ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുകയും അത് അവിടെ നിന്ന് എടുത്തു മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെ ഈ ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ നടപ്പന്തലിനകത്ത് വെച്ച് CITUവിന്റെ ദേവസ്വം ജീവനക്കാരുടെ മെമ്പർഷിപ്പ് വിതരണം ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ അതായത് ഇതിലൊരു വിവേചനപരമായ സമീപനം ഈ CPMന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ CPMന് സ്വാധീനമുള്ള ഈ ട്രസ്റ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു പരാതി. അതായത് സാംസ്കാരിക പരിപാടികൾക്കൊന്നും ഇടം കൊടുക്കാതിരിക്കുകയും രാഷ്ട്രീയ പരിപാടികൾക്ക്, അതായത് ഇടത് രാഷ്ട്രീയ പരിപാടികൾക്ക് അനുവാദം കൊടുക്കുകയും അവർക്ക് സ്പേസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് ഈ ട്രസ്റ്റിയുടെ ഭാഗത്തുണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അത് ക്ഷേത്രത്തിന്റെ മഹിമയെയും പരിശുദ്ധിയും ഒക്കെ തകർക്കുന്ന രീതിയിലാണ് എന്ന് പറയുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവർ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ ഒരുങ്ങിയിട്ടുള്ളത്. ഈ 9-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്കായിരിക്കും ഈ രീതിയിൽ ഒരു നാമജപ ഘോഷയാത്ര സംഘടിപ്പിക്കുക. ഇടത്തിൽ അയ്യപ്പ വചന മഠത്തിൽ നിന്ന് ആരംഭിച്ച് ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ തന്നെയായിരിക്കും സമാപിക്കുക. പിന്നീട് പൊതുയോഗങ്ങൾ ഉൾപ്പെടെ നടക്കും, പ്രഭാഷണം ഉൾപ്പെടെ ഉണ്ടാവും. നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിയമ നടപടികളിലേക്കും കടക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അവിടുത്തെ ഭക്തജന കൂട്ടായ്മ. ഓക്കെ, ശരി ഗോകുൽ.